ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയ നന്മകളും അനുഗ്രഹങ്ങളും തിരുവചനത്തിൽ നിന്ന് നൽകി തന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ മുൻപിലേക്ക് നയിക്കട്ടെ. ആവർത്തന പുസ്തകം 31 അധ്യായം 8 വാക്യം വായിക്കുന്നു. ആവർത്തനം 31:8. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. ദൈവത്തിന് തൻ്റെ ജനത്തോട് പറയുവാനുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയാണ് ആവർത്തനം 31:8 കാണുവാനായി കഴിയുന്നത്. ദൈവം എന്താ തൻ്റെ ജനത്തിനു വേണ്ടി ഈ പുതിയ വർഷം ചെയ്യാനായി പോകുന്നത്? ഒന്നാമത്തെ കാര്യം ഇതാണ്: യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും. ഈ വർഷത്തിൻ്റെ ഓരോ മാസങ്ങളിലും അല്ല, ഓരോ ദിവസങ്ങളിലും നീ പോകുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന്. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും. എന്തിനാ ദൈവം നമുക്ക് മുൻപായി നടക്കുന്നത്? നാം കടന്നു പോകേണ്ടുന്ന ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭയാനകമായി വന്ന് നമ്മെ തകർത്ത് കളയാതിരിക്കേണ്ടതിന് നമ്മുടെ ദൈവം നമുക്ക് മുൻപായി നടക്കും. വഴി ഒരുക്കേണ്ടതിന്, വഴി നിരത്തേണ്ടതിന്, ഒരു പുതിയ വഴി ഈ വർഷം തുറന്നു തരേണ്ടതിന് ദൈവം നമുക്ക് മുൻപായി കടന്നു പോകും. അങ്ങനെ ഹൃദയം കൊണ്ട് നമുക്ക് വിശ്വസിക്കാമോ? അപ്പനേക്കാളും അമ്മയെക്കാളും സ്നേഹിക്കുന്ന കർത്താവ് രാത്രിയും പകലും നാം നടക്കേണ്ടുന്ന ജീവിതയാത്രയിൽ നമുക്ക് മുൻപേ കടന്നു പോകും. എന്തിനാണെന്നറിയാമോ? വഴിയിൽ പതിയിരിക്കുന്ന, വഴിയിൽ നശിപ്പിക്കുവാൻ കൊതിക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കൈകാര്യം ചെയ്യേണ്ടതിന് ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ മുൻപായി നടക്കുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. എത്ര സുന്ദരമായിട്ടാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അവരുടെ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് മുൻപായി നടക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് മുൻപേ കടന്നു പോയാൽ നമ്മുടെ പിറകെ വരാമെന്നല്ല, വശങ്ങളിൽ കൂടെ ഇരിക്കാമെന്നല്ല, മുൻപേ കടന്നു പോകാമെന്നാണ് എഴുതിയിരിക്കുന്നത്. കടന്നു പോയാൽ ദുർഘടങ്ങൾ നമുക്ക് അനുകൂലമായി തീരും. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? അവൻ നിന്നോട് കൂടെ ഇരിക്കും. നിനക്ക് മുൻപേ കടന്നു പോവുക മാത്രമല്ല ചെയ്യുന്നത്, അനുദിന ജീവിതത്തിൽ അമ്മയെപ്പോലെ അപ്പനെ പോലെ കൂടെ ഇരിക്കാൻ കൊതിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ 2026 ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന വർഷമായി തീരും. ഈ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ദൈവം നമുക്ക് മുൻപായി കടന്നു പോകും. അതേ സമയത്ത് തന്നെ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. പൈശാചിക ശക്തികൾ നമ്മെ ആക്രമിച്ചില്ലാതാക്കാതിരിക്കേണ്ടതിന്, പകർച്ചവ്യാധികൾ നമ്മെ തൊടാതിരിക്കേണ്ടതിന്, നിത്യതയെക്കുറിച്ച് നമ്മുടെ അകത്ത് പകർന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മോട് കൂടെ ഇരിക്കും. അങ്ങനെ ഒരു വർഷം ദൈവം നിങ്ങൾക്ക് നൽകി തരുവാനായി പോകുക. പോട്ടക്കിണറ്റിലും സിംഹത്തിന്റെ കൂട്ടിനകത്തും കാരാഗ്രഹത്തിനകത്തും പത്മോസിന്റെ ഏകാന്തതയിലുമൊക്കെ
കൂടെയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചവരാണ്. ഈ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു, അവൻ നിനക്ക് മുൻപായി നടക്കും, അവൻ നിന്നോട് കൂടെയിരിക്കും. മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അർത്ഥവത്തായ രണ്ട് പദങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പറയുവാൻ കഴിയും, കഴിഞ്ഞ ഓരോ മാസങ്ങളിലും തകർത്തു കളയുവാനും തള്ളിയിടുവാനും പിശാച് ആഞ്ഞെടുത്ത സമയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കൈവിടുകയില്ല എന്ന് പറഞ്ഞവൻ കൈക്ക് പിടിച്ചിരുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ നിലനിൽക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ കൈക്കവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചിട്ടുണ്ട്. ഈ മഹാദൈവത്തെയാ നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. കൈവിടുകയില്ല. അടുത്ത പദം ഉപേക്ഷിക്കുകയുമില്ല. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഉപേക്ഷകളുടെ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാ. അപ്പനെയും അമ്മയെയും പോലും വാർദ്ധക്യത്തിൽ മക്കൾക്ക് വേണ്ടാതായ ഒരു കാലം. ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യയെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഉപേക്ഷിക്കുന്നു. സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളോട് പോലും കരുണയില്ലാതെ അപ്പന്മാർ മക്കളെ ഉപേക്ഷിച്ച് എവിടോട്ടോ കടന്നു പോകുന്നു. ഈ വാക്യത്തിനകത്ത് സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാ, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് മാത്രമല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. 1000 സ്തോത്രം പറയേണ്ട വാക്കായി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, എപ്പോഴാ ഉപേക്ഷിക്കുന്നത്? കൂട്ടത്തോട് ചേർത്ത് നിർത്തുവാൻ കഴിയാതെ വരുമ്പോൾ, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ, ഇല്ലായ്മകൾ വരുമ്പോൾ, പോക്കറ്റും അക്കൗണ്ടും ഒക്കെ കാലിയായി മാറുമ്പോൾ, കൂടെയുള്ളവരും കൂട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ചെന്നിരിക്കാം. എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും എത്ര വലിയ പരുപരുപ്പൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും തിരുവചനം എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ഈ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഗൗരവമുള്ള 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആമേൻ. നിനക്ക് മുൻപായി ഈ വർഷം ദൈവം കടന്നു പോകും. 2, മുൻപായി പോകുന്നവൻ കൂടെയിരിക്കും. 3-ാമത്തെ പദം എഴുതിയിരിക്കുന്നത്, കൈവിടുകയില്ല. എത്ര വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും കൈവിടാതെ പിടിച്ചിരിക്കുന്നൊരു ദൈവം. 4-ാമത്തെ കാര്യം പറഞ്ഞത്, ഉപേക്ഷിക്കുകയുമില്ല. യാതൊരു കുറവും പറഞ്ഞ്, യാതൊരു ബലഹീനതയും പറഞ്ഞ് ഉപേക്ഷിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ബലവും അധികാരവുമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? അടുത്ത 2 പദങ്ങൾ കൂടെ പറഞ്ഞ വാക്യം അവസാനിക്കുകയാണ്. നീ പേടിക്കരുത്, ഭ്രമിക്കയുമരുത്. സാഹചര്യങ്ങളെ നോക്കിയാൽ, ചുറ്റുപാടുകളെ നോക്കിയാൽ, അവരും ഇവരും പറയുന്നത് നോക്കിയാൽ, ശരീരത്തിന്റെ സ്ഥിതി നോക്കിയാൽ പേടിച്ച് ഭ്രമിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ തിരുവചനം നമുക്ക് വേണ്ടി എഴുതി വെച്ചു, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതൽ പേടിക്കരുത്, ഭ്രമിച്ചു പോകരുത്. നിശ്ചയമായിട്ടും ഈ വാക്യത്തിന്റെ ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിനക്ക് മുൻപായി ദൈവം കടന്നു പോകും. 2-ാമത്തെ കാര്യം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. 3-ാമത്തെ കാര്യം, ഞാൻ നിന്നെ കൈവിടുകയില്ല. 4-ാമത്തെ പദം ഇതാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. അടുത്ത 2 കാര്യങ്ങൾ മനുഷ്യനോട് പറയുകയാ, നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. ഇന്ന് രാത്രി വിലയേറിയ ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാവിലെ നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി,
ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. വലിയ കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യും, അത്ഭുതം ചെയ്യും. ദുരനുഗ്രഹത്തിന്റെ ദിവസമായി തീരട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ദൈവിക നന്മയും ഇടപെടലുകളും അനുഭവിക്കുവാൻ സകലരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹപ്രദമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരും പ്രഭാതമന്ന ഭക്ഷിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ.